നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ടൈപ്സ് ഓഫ് ഷെയർസ്. 2 ടൈപ്സ് ആണ് ഉള്ളത് നമുക്ക് ഷെയർസ്, പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും. അപ്പോൾ പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസാണ്, അങ്ങനെ 2 ടൈപ്സ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് ആണല്ലോ, പ്രിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് എല്ലാ കാര്യത്തിനും പ്രിഫറൻസ് കിട്ടാമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെ ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനെയാണ്, പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ചിട്ടാണ്. പ്രിഫറൻസ് ഷെയർസ്. Preference shares are those which carry a preferential right over equity shares as regards payment of dividends and repayment of capital in the event of കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർക്ക് പ്രിഫറൻസ് ഷെയർസിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്, ഒരു മുൻഗണന ഉള്ള ഒരു അവകാശമുണ്ട്. ആരേനേക്കാൾ, ഇക്വിറ്റി ഷെയർസിനേക്കാൾ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിനേക്കാൾ പ്രിഫറൻസ് ആർക്കാണ് കൂടുതൽ, പ്രിഫറൻസ് ഷെയർസിന്. എന്തിൻ്റെ സമയത്ത്, വൈൻഡിങ് അപ്പ്, കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് ആണെങ്കിലും കമ്പനിയിലെ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയമാണെങ്കിലും, 2 സിറ്റുവേഷനാണ്. കമ്പനിക്ക് ആദ്യം കമ്പനി അടച്ചുപൂട്ടുന്ന ഒരു സിറ്റുവേഷൻ, ആ സമയത്ത് എന്താണ്, ആ സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ലോൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തു തീർക്കും, ഡിബഞ്ചേഴ്സിന് കൊടുത്തു തീർക്കും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ ആർക്കാണ്, അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും വരുമ്പോൾ ആദ്യം പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കണം, പിന്നെ ബാക്കിയുള്ളത് ആർക്ക് കൊടുക്കുള്ളൂ, പൈസ ഇക്വിറ്റി ഷെയർസിന് കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും, ബാക്കിയുള്ള പ്രോഫിറ്റ് എന്ത് കൊടുക്കുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. അപ്പോൾ ആ പറയുന്ന കാര്യമാണ് എന്ത്, ഈ പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ആസ് കമ്പയർഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് സം പ്രിഫറൻഷ്യൽ റൈറ്റ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. 2 സിറ്റുവേഷനിൽ പ്രിഫറൻസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രിഫറൻസ് ഷെയർസ്. എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ദ പ്രിഫറൻസ് ഷെയർസ് ബിഫോർ എനി ഡിവിഡൻഡ് ഈസ്, അതായത് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അവർക്ക് എന്തായാലും കൊടുക്കും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഡിവിഡൻഡ് ആയാലും. അതുപോലെ തന്നെ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ, കമ്പനി അടച്ചു കൂട്ടുമ്പോൾ ക്യാപിറ്റൽ, ഒരു കൊടുത്ത ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണമല്ലോ, അങ്ങനെ കൊടുക്കുമ്പോഴും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ മുന്നേ കൊടുക്കുന്നത് ആർക്കായിരിക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അപ്പോൾ ഇതാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അതും തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, അതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അതിൽ ഒന്നാണ് എന്ത്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആഡ് ചെയ്ത് വരിക. In the case of cumulative preference shares, the arrears of dividend, if any, are carried forward and paid out of the profit for the subsequent years. അതായത് ഇവിടെ ഉദ്ദേശിക്കുക ക്യുമുലേറ്റീവ് ഇതെന്ന് നമ്മൾ ഒന്ന് തൊട്ട് മേലത്തെ ആഡ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ ക്യുമുലേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന് ഇപ്പോൾ ഒരു കൊല്ലം കമ്പനിക്ക് നഷ്ടമാണ്, ലാഭം ഉണ്ടായില്ല, അപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇക്കൊല്ലത്തെ ആ ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, അടുത്ത കൊല്ലം കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അതിൽ നിന്നും കൂടി എടുത്തു കൊടുക്കും. സാധാരണ എല്ലാ കൊല്ലം ഇപ്പോൾ ഒരു 1000 രൂപ വെച്ച് കൊടുക്കുന്നതാണെന്ന് വിചാരിക്കുക. ഈ 1000 രൂപ ഇക്കൊല്ലം പ്രോഫിറ്റ് ഇല്ലാത്ത കാരണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത കൊല്ലം പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ അടുത്ത കൊല്ലത്തെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ കൊല്ലം കൊടുക്കാനുള്ള ഈ പ്രോഫിറ്റും കൂടിയും കൊടുക്കണമെന്ന്. അങ്ങനെ അവർക്കത് ആഡ് ചെയ്ത് വരുന്നു. അതാണ് ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഒരു കൊല്ലം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേണ്ട എനിക്കല്ല, അടുത്ത കൊല്ലത്തിൻ്റെ ഇത് കൂടെ അതെന്ത് കൂട്ടിക്കൊടുക്കും. അതാണ് എന്ത്, ഇപ്പോൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഈ നോൺ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ, ഇക്കൊല്ലം കൂട്ടണ പരിപാടി ഇല്ല, ഇക്കൊല്ലം ഉണ്ടായില്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാനില്ലെങ്കിൽ അത് കൊടുക്കില്ല, അത് എന്താ പറയുക, അരിയറായിട്ടോ അങ്ങനെ ഒന്നും കിട്ടില്ല, അത് പോയി. പിന്നെ അടുത്ത കൊല്ലം കിട്ടുമ്പോൾ അടുത്ത കൊല്ലത്തെ പെർസെൻറ്റേജ് മാത്രം കൊടുക്കും. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആർ ദ അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് നോട്ട് അക്യുമുലേറ്റ്. അവരുടെ അരിയർ കിട്ടാനുള്ളത് അക്യുമുലേറ്റ് കൂട്ടിച്ചേർക്കില്ല. കൊല്ലം കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, അടുത്ത കൊല്ലം കിട്ടുമ്പോൾ അടുത്ത കൊല്ലത്തെ മാത്രം. അതാണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ക്യുമുലേറ്റീവ് കഴിഞ്ഞു, നോൺ ക്യുമുലേറ്റീവ്.
ഇനി പാർട്ടിസിപ്പേറ്റിംഗ്, അപ്പോൾ ഒന്ന് പഠിക്കുക എങ്ങനെ, ഇവിടെയൊക്കെ മെജോറിറ്റിക്ക് അങ്ങനെയാണ് വരുന്നത്, ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞ് പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് നോൺ ക്യുമുലേറ്റീവ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്. അതായത് ഇൻ അഡീഷൻ ടു എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ദീസ് ഹാവ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ പേയിങ് എ റീസണബിൾ ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. അതായത് നമ്മൾ പറഞ്ഞൊരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്തായാലും ഇവർക്കും മുൻഗണന ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പ്രിഫറൻസ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലാണ് അങ്ങനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്തു കഴിഞ്ഞ് ഒരു ലിമിറ്റ് കണ്ട് അവർക്കും കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ ആർക്ക് തന്നെ കൊടുക്കാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കിട്ടാനുള്ള അവകാശമുണ്ട്. അങ്ങനെ റൈറ്റുള്ള ഷെയർസാണ് പാർട്ടിസിപ്പേറ്റിംഗ്. അപ്പോൾ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഫിക്സഡ് റേറ്റ് മാത്രമേ കിട്ടാൻ അവകാശമുള്ളൂ, സർപ്ലസ് ഉണ്ടെങ്കിലൊന്നും അതിൽക്കൊന്നും അവകാശമില്ല. ഇനി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, നോൺ റെഡീമബിളും ഉണ്ട്. നമ്മളിതിൽ റെഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, അത് പിൻവലിക്കുക എന്നുള്ള ഓപ്ഷൻ, അതാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. അതായത് റെഡീം ചെയ്യുക, അവരെ ഒഴിവാക്കുക എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. റെഡീം ചെയ്യുക, അതായത് ഒരു ഇപ്പോൾ എത്ര വർഷം, അതൊക്കെ പ്രത്യേക ആക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓതറൈസ്ഡ് അതിന് അതോറിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സ്പെഷ്യലായിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ സെക്ഷൻ കമ്പനീസ് ആക്റ്റിൽ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്യാം. അതായത് ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രിഫറൻസ് ഷെയർസിനെ കൊടുത്തൊഴിവാക്കാം എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും, അതിനെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. ഇതിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. തന്നെ അടുത്ത എന്താണ്, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. അതായത് കൺവേർട്ട് ചെയ്യാം, അതായത് പ്രിഫറൻസ് ഷെയർസിനെ എന്താക്കി മാറ്റാം, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ദീസ് ഷെയർസ് ആർ ഗിവൺ ദ റൈറ്റ് ഓഫ് കൺവേർഷൻ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ് അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ് അക്കോർഡിംഗ് ദ ടേംസ് ഓഫ് ഇഷ്യൂ ചെയ്യുമ്പോൾ പറയണ്ടാവും 5 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന ഡേറ്റിന് ഇതിനെ പ്രിഫറൻസ് ഷെയർസിനെ എന്താക്കി മാറ്റാമെന്നുള്ള ഓപ്ഷനോട് കൂടിയിട്ടാവും ഈ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, അതിനെ ഈ പ്രിഫറൻസിനെ ഇക്വിറ്റി ആക്കാൻ പറ്റും. അടുത്ത ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. ദീസ് ഷെയർസ് ആർ cumulative convertible preference shares CCP shares. These shares are converted into equity shares between 3 to 5 years ആണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയർസ് ആർ കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ബിറ്റ്വീൻ 3 to 5 ഇയേഴ്സിൻ്റെ ഇടയിൽ. ദി ഷെയർസ് ആർ എൻറ്റൈറ്റിൽഡ് ടു റിസീവ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് കിട്ടാൻ അവകാശമുണ്ട്. ഇഫ് എനി ആഫ്റ്റർ കൺവേർഷൻ കഴിഞ്ഞാലും ഈ പ്രിഫറൻസ് കിട്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഏതെങ്കിലും കൊല്ലം കിട്ടാത്ത പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് കിട്ടാനൊക്കെ ഉള്ള അവകാശമുണ്ട്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് 10% ആണ് ഇവർക്ക്. ദ ഫേസ് വാല്യൂ ഓഫ് ദീസ് ഷെയർസ് വിൽ ബി ജനറലി 100 ആയിരിക്കും. ദീസ് ഷെയർസ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്. അപ്പോൾ ഈ 3 തൊട്ട് 5 വരെയുള്ള ഇതിൻ്റെ ഇടയിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഈ ഷെയർസിനെ എന്താക്കി മാറ്റണം, ഇക്വിറ്റി ഷെയർസും ആക്കണം. നോർമലി 100 ആണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. റേറ്റ് ഓഫ് ഡിവിഡൻഡ് 10% ആയിരിക്കും. ഏതെങ്കിലും കൊല്ലം അവർക്ക് ഡിവിഡൻഡ് കിട്ടാത്തുണ്ടെങ്കിൽ അരിയർ ഇനിയിപ്പോൾ ഇക്വിറ്റി ആക്കി വിചാരിച്ചിട്ട് കിട്ടാതിരിക്കില്ല. ഇക്വിറ്റി ആക്കിയാലും അവർക്ക് അത് എന്താ പറയുക, ബാക്കിയുള്ളത് കിട്ടും, അരിയറായി കിടക്കുന്നത് കിട്ടും. അപ്പോൾ പിന്നെ 3 to 5 ഇയേഴ്സിനുള്ളിലാണ് ഇത് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഒരു 7 പോയിൻറ്റ്സ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ടൈപ്സ്, ക്യുമുലേറ്റീവ് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, റെഡീമബിൾ, ഇറെഡീമബിൾ, കൺവേർട്ടബിൾ, നോട്ട് കൺവേർട്ടബിൾ നമുക്ക് പറയാം. പിന്നെ അടുത്തൊരു സ്പെഷ്യൽ പോലെയുള്ളത് ക്യുമുലേറ്റീവ്. ഇതാണ് മെയിനായിട്ട് ഇതിലൊന്ന് പഠിക്കേണ്ടി വരിക. ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, CCP ഷെയർസ്. ഇത് ഷോർട്ട് ഫോമാണ് ചോദിക്കാൻ ചിലപ്പോൾ, നമുക്ക് പെട്ടെന്ന് അറിയില്ല എന്താണെന്ന്. CCP ഷെയർസ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. 3 to 5 ഇയേഴ്സും ആലോചിക്കണം. പിന്നെ അരിയർ കിട്ടും, ഇക്വിറ്റി ആക്കിയാലും 10%, 100 ഓർക്കുക. ഓക്കെ.